സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലോകത്തിലെ രണ്ട് തെമ്മാടി രാഷ്ട്രങ്ങളാണ്. അതായത് നാട്ടിലെ ഗുണ്ടാകളെ പോലെയുള്ള രണ്ട് രാജ്യങ്ങൾ, തെമ്മാടി രാഷ്ട്രങ്ങളാണ് ഇസ്രയേലും അമേരിക്കയും. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ പ്രത്യേകമായി എഴുതിയിരുന്ന ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ഇസ്രായേൽ ആൻഡ് പ്രിട്ടോറിയ. പ്രിട്ടോറിയ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയാണ്, പ്രിട്ടോറിയ എന്നും പേരുണ്ട് അതിന്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കാൻ പോകാൻ ഇന്ത്യക്കാർക്ക് അനുവാദമില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രമാണ്. അതായത് ഫലസ്തീനികളെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന, അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വമായിട്ട് കൊല്ലാക്കൊലയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് കിടക്കാൻ അഭയം കൊടുത്ത ഫലസ്തീന അവിടെയുള്ള ജനങ്ങളെ വളരെ അടക്കി ഭരിക്കുന്നു. അതായത് ഇംഗ്ലീഷുകാർ വന്ന് ബിസിനസ്സിന് കച്ചവടത്തിന് വന്ന് ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുത്തതുപോലെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അക്രമത്തിലൂടെയും എല്ലാം അധികാരം ഇന്ത്യയിൽ പിടിച്ചെടുത്തു. അപ്പോൾ അതേ ചതി തന്നെയാണ് ഫലസ്തീനിലും അവർ കാണിച്ചത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിന് മുമ്പേ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ഇസ്രയേൽ, ഈ ജൂതന്മാർക്ക് മുമ്പേ ഫലസ്തീനുണ്ട്. ഈ ജൂതന്മാർക്ക് മുമ്പേ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ ചെറുപുത്രൻ, അതായത് പുത്രൻ്റെ പുത്രൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബ്, പ്രവാചകനായ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ പല ഭാഗങ്ങളിലും യാ ബനി ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അല്ലയോ ഇസ്രായേൽ സന്തതികളെ, അതായത് യാക്കൂബിൻ്റെ മക്കളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അവരൊന്നും ജൂതന്മാരല്ലായിരുന്നു. ഇവിടെ പല വിഡ്ഢികളും, നിങ്ങൾക്കറിയാം, ചാനലിൽ വന്നിരുന്ന് പറയുന്നുണ്ട് നേരത്തെ ഉള്ള മതം, പുരാതന മതം യഹൂദ മതമാണ്. അപ്പോൾ യഹൂദ മതത്തിന് മുമ്പ് മതങ്ങളില്ലായിരുന്നു. ഇവിടെ ക്രിസ്ത്യൻ മതം ഉണ്ടായത് തന്നെ ഈസ, അതായത് ജീസസിന് ശേഷമാണ്. ജീസസിന് മുമ്പേ ഉണ്ടായ മതമാണ് യഹൂദം എന്ന് പറയുന്നത്. അതായത് പ്രവാചകന്മാർക്ക് ശേഷമാണ് അവർ പുതിയ മതങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാതെ പ്രവാചകൻ, അതായത് മൂസ അലൈഹിസ്സലാം, മൂസ എന്ന് പറയുന്ന പ്രവാചകൻ മതം ഉണ്ടാക്കിയില്ല. ഈ യഹൂദ മതം അവർ പ്രത്യേകിച്ച് ഇസ്രായേൽ അവർ പ്രത്യേകമായ മതം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഇവരെല്ലാം പിന്തുടർച്ചയെന്ന് പറയുന്ന ഇബ്രാഹിമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്മായിൽ നബി മക്കത്തേക്ക് പോവുകയും ഇസ്ഹാഖ് നബി ജെറുസലേമിൽ പോവുകയും ചെയ്തു. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ വകയല്ല. ഇവിടെ പല വിഡ്ഢികളും പല ചാനലുകളും ഇരുന്ന് പറയുന്നു ജെറുസലേം യഹൂദന്മാരുടെ പുണ്യസ്ഥലമാണ്. എങ്ങനെ പുണ്യസ്ഥലമാവും യഹൂദന്മാർ പിന്നെയാണ് ഇവിടെ വരുന്നത്. മൂസായ്ക്ക് ശേഷമാണ് വരുന്നത് യഹൂദന്മാരെന്ന് പറയുന്നത്. അതിനു മുമ്പേ ഉണ്ട് മുസ്ലിങ്ങൾ. ഇബ്രാഹിം എന്ന് പറയുന്ന മുസ്ലിമാണ്, ആദം എന്ന് പറയുന്ന മുസ്ലിമാണ്. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അനുസരണയുള്ളവൻ. ആരെ അനുസരിക്കുന്നു? ദൈവത്തെ, സ്രഷ്ടാവിനെ. അതായത് ദൈവത്തെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതെന്താ പോട്ട്, ഇപ്പോഴും നമ്മുടെ വിഷയം അതല്ല. അതായത് തെമ്മാടി രാഷ്ട്രങ്ങളായ ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന ലോകത്തെ പല രാജ്യങ്ങളിലും ജനാധിപത്യ ഭരണങ്ങളെ അട്ടിമറിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും. ഇസ്രയേൽ എന്ന് പറയുന്ന അവരുടെ മൊസാദ്, അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗം, അല്ലെങ്കിൽ അവരുടെ രഹസ്യ പോലീസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, ഇന്ത്യയിലുമുണ്ട്, സ്ഥിരമായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് കണ്ണടച്ചിരിക്കുകയാണ്. അവരെപ്പറ്റി, അവരുടെ പിന്നിൽ എന്തെല്ലാമാണ് അവരുടെ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. മണിപ്പൂരിലുണ്ടാക്കുന്ന കലാപമായിരുന്നാലും, ഗുജറാത്തിലുണ്ടാക്കിയ കലാപമായിരുന്നാലും, യു പിയിലുണ്ടാക്കുന്ന കലാപങ്ങളായിരുന്നാലും, ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന കലാപങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വിദേശ ശക്തികളാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ഇല്ലാതായിപ്പോയി. ഒന്നുകിൽ അവരറിഞ്ഞും കൊണ്ട് കണ്ണടച്ചു കൊടുക്കുകയാണ് യഹൂദന്മാർക്ക് വേണ്ടി, അതായത് ഇസ്രായേലിയർക്ക് വേണ്ടി. അവർ എവിടെ പോയാലും കുഴപ്പമുണ്ടാക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കച്ചവടത്തിനായിട്ട് വന്ന അറബികൾ, ഈ ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും വരുന്നതിന് മുമ്പേ
ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നത് അറബികളാണ്. അറബികൾ സത്യസന്ധമായി കച്ചവടം ചെയ്തു, അവർ തിരിച്ചുപോയി. അവരിവിടെ അധികാരം പിടിച്ചെടുക്കാൻ നിന്നില്ല. അതേസമയം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും എല്ലാം വന്നു, അവർ ഓരോരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ അവരെന്ന് പറയുന്നത് ഏത് രീതിയിലും എങ്ങനെയും അധീശത്വം പുലർത്തുക, അതായത് മറ്റുള്ള ജനങ്ങളെ അടിച്ചമർത്തി അവർക്ക് വാഴണം. അവിടെയുള്ള സാധനങ്ങളും അവിടെയുള്ള വിഭവങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാം, അതായത് ലോകത്തിലെ സമ്പത്തിൻ്റെ 1/3 ഇന്ത്യയിലായിരുന്നു മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത്. നിങ്ങൾക്ക് ലോകത്തിലെ ഏത് ചരിത്രം എടുത്ത് പരിശോധിക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയായിരുന്നു ഇന്ത്യ. മഹത്തായ ഇന്ത്യയായിരുന്നു, ആവശ്യം പോലെ സമ്പത്തുള്ള ഒരു രാജ്യമായിരുന്നു. അതിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയി ഇംഗ്ലീഷുകാർ ആരാണ്? ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെന്ന് അവരാരും പറയാറില്ല, അവർ പറയുന്നത് ഇംഗ്ലീഷുകാരെന്നേ പറയുള്ളൂ. അതേസമയം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ആഫ്രിക്കയിലോ ഇരുണ്ട ഭൂഖണ്ഡത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം നടന്നാൽ അത് പറയും അത് മുസ്ലിങ്ങളാണ്, അത് മറ്റവരാണ്, അവർ ടെററിസ്റ്റുകളാണ്, അവർ ഭീകരന്മാരാണെന്ന് പറയും. അതേസമയം ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും ടൈയും കോട്ടും കെട്ടി പ്ലെയിനിൽ വന്ന് ബോംബിട്ട് സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും നിരായുധരായ യാതൊരു വൈരാഗ്യവും ആരോടുമില്ലാത്ത അവരെ കൂട്ടക്കൊല ചെയ്യുന്ന അവരെല്ലാം പിന്നെ സ്നേഹികളാണ്, മനുഷ്യ സ്നേഹികളാണ്. അതുകൊണ്ടാണല്ലോ കൊല്ലുന്നത്. അവർ ഭീകരന്മാരല്ല. ഭീകരന്മാരായ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരമായ 2 രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ അതുകൊണ്ട് അവരെ വിശ്വസിക്കാനേ പാടില്ല. അത് ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവരുടെ താല്പര്യങ്ങളാണ് അവർക്ക് പ്രശ്നം. ഈ ട്രംപ് എന്ന് പറയുന്ന തെമ്മാടിയാണ്. ട്രംപ് പല മുസ്ലിം അറബ് രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്വന്തമായ താല്പര്യങ്ങളാണ് അയാൾക്ക് ലക്ഷ്യം. അപ്പോൾ ഏത് രീതിയിലും എന്തും അവർക്ക് കൈക്കലാക്കണം. അതിനു വേണ്ടി എന്ത് ചട്ടത്തരവും കാണിക്കും. അതായത് നിങ്ങൾക്കറിയാം, ഫലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി, അത് സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഖത്തറിൽ ഹമാസിൻ്റെ നേതാക്കളെയും അറബ് രാജ്യങ്ങളെയും എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയത്. വിളിച്ചു കൂട്ടിയതിനു ശേഷം അവരെ കൊല ചെയ്യുക, അവരെ ബോംബിടുക എന്ന് പറയുന്നത് എന്തോ ഒരു ശുദ്ധ തെമ്മാടിത്തരമാണ്. അതിനെ ന്യായീകരിക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഭരണവർഗമായിരുന്നാലും ശരി, ചാനലുകളായിരുന്നാലും ശരി, ഇവരെന്താണ് മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്? അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരെ ന്യായീകരിക്കുന്ന ചാനലുകളാണ് കേരളത്തിലുള്ളത്. പല കാര്യങ്ങളും. അതായത് ഇസ്രയേലിൻ്റെയും അമേരിക്കൻ്റെയും ചാരന്മാരാണ്. കേരളത്തിലെ 1-ാം നമ്പർ ചാരൻ എന്ന് പറഞ്ഞാൽ ഷാജൻസ്കറിയാണ്. ഷാജൻസ്കറിയ എന്ന് പറയുന്നത് അമേരിക്കൻ ചാരനാണ്, ഇസ്രയേലിൻ്റെ ചാരനാണ്, ഇംഗ്ലണ്ടിൻ്റെ ചാരനാണ്. അയാൾക്ക് ഇംഗ്ലണ്ടിലും പല പരിപാടികളുമുണ്ട്, ഇസ്രയേലിലും പല പരിപാടികളുണ്ട്. അപ്പോൾ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്നവനാണ് ഈ ഷാജൻസ്കറിയ. ഗവൺമെൻറ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തണം. എന്തായാലും ശരി, ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ദോഹയിൽ വെച്ച് 14-15 തീയതികളിൽ. വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് അതിൻ്റെ സമ്മേളനം നടക്കുന്നത്. അറബ് മുസ്ലിം നിലപാടുകൾ എന്താണ് നമ്മൾ സ്വീകരിക്കാനുള്ളത്? അമേരിക്കയെ യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. അവർ വഞ്ചകരാണ്. എന്ത് ചെറ്റത്തരവും കാണിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല. അവരുടെ താല്പര്യങ്ങളാണ് അവർക്ക് പ്രശ്നം. മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. അതിനു വേണ്ടി അവർ അപ്പുറവും ഇപ്പുറവും നിൽക്കും, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും, അറബികളുടെ കൂടെ നിൽക്കും. പക്ഷെ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. നല്ലത് എന്ന് പറയുന്നത് ഈ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അടുക്കണം, എന്നിട്ട് ആ ചേരിയിൽ നിൽക്കണം. ഇവരാരും ഈ അമേരിക്കയും ഇസ്രയേലുകാരുമായിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കരുത്. അവർ നമ്മളെ വഞ്ചിക്കും, അവർ നമ്മളെ ചതിക്കും. നിങ്ങളെ മാത്രമല്ല, ഏത് ജനാധിപത്യ രാഷ്ട്രത്തിലായിരുന്നാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഭരണത്തെ അട്ടിമറിക്കുക. എന്ത് ചറ്റത്തരവും കാണിക്കും, എത്ര രൂപ വേണമെങ്കിലും അവർ ഫണ്ട് കൊടുക്കും. അവർ ഇല്ലാത്ത ഭീകര പ്രവർത്തികൾ ചെയ്യും. പിന്നെ പ്രത്യേകമായ ഭീകരന്മാരെ അവരുണ്ടാക്കും. നിങ്ങളിപ്പോൾ അടുത്ത് കണ്ടതാണ്, ബംഗ്ലാദേശിലെ ഭരണം, ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചു. അമേരിക്കയും ഇസ്രയേലുമാണ് അതിൻ്റെ ബാക്കിൽ. ഇപ്പോൾ നേപ്പാളിലെ ഭരണം അട്ടിമറിക്കുന്നു, അതും അത് തന്നെയാണ്. ഇനി ഇന്ത്യയിലെ ഭരണം, പാകിസ്ഥാനിൽ തന്നെ പല സമയം അട്ടിമറിച്ചതെല്ലാം ഇസ്രയേൽ അമേരിക്കൻ ലോബിയാണ്. അവർ എത്ര രൂപ വേണം, എത്ര ഫണ്ട് വേണമെങ്കിലും അതിനുവേണ്ടി ചെലവഴിക്കും. അതുവരെ അറിയപ്പെടാത്ത പുതിയ സംഘടനകൾ താലിബാൻ ഉണ്ടാക്കിയതായിരുന്നാലും ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടാക്കിയതായിരുന്നാലും
അൽ ഷബാബ് ഉണ്ടാക്കിയതായിരുന്നാലും ബോക്കോ ഹറാം ഉണ്ടാക്കിയതായാലും ഇതെല്ലാം അമേരിക്കയും യഹൂദന്മാരും ചെയ്യുന്നതാണ്. അവർ ഏത് വേഷത്തിലും വരും, ഏത് പാസ്പോർട്ടിലും വരും, അവർക്കതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കൻ ഇസ്രേലി ചാരപ്രവർത്തനത്തെ ആയിരുന്നാലും തെമ്മാടിത്തരത്തെ ആയാലും നമ്മളെ എതിർക്കണം. മുസ്ലിങ്ങളായിരുന്നാലും ശരി, അറബുകളായിരുന്നാലും ശരി, ബാക്കിയുള്ള ജാതിയും മതമില്ലാത്ത നിഷ്പക്ഷരായിരുന്നാലും ശരി, ഹിന്ദു സഹോദരന്മാരായിരുന്നാലും ശരി, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. ഒരുത്തനെയും അന്ധമായി നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും ശരി, ഈ ഖത്തറിനോട് കാണിച്ച തെമ്മാടിത്തരത്തിന് ഈ ഇസ്രയേലിനോട് എന്താണ് പകരം ചെയ്യേണ്ടതെന്ന് അവരാലോചിക്കട്ടെ. എന്തെങ്കിലും രീതിയിൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തിനാപത്താണ്, ഈ അമേരിക്കയും ലോകത്തിനാപത്താണ്. ഈ രണ്ടാം ലോക മഹായുദ്ധം നേരത്തെ ഉണ്ടായതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ശരി, വിജയം നന്മയ്ക്കും നന്മയുടെ ഭാഗത്തുണ്ടാവട്ടെ, ശരിയുടെ ഭാഗത്തുണ്ടാവട്ടെ. ഈ അക്രമത്തിൻ്റെയും അനീതിയുടെയും സത്യനിഷേധികളുടെയും അവരുടെ ഭാഗത്ത് വിജയം ഉണ്ടാതിരിക്കാൻ വേണ്ടി വിജയം ഉണ്ടാകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാം. എല്ലാവരും ഈ ഇതിനു വേണ്ടി അണിചേരണമെന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.